ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ് ബൈ കവി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ആക്ച്വലി ഒരു സന്തോഷ വാർത്തയായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞതിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് എന്താന്നല്ലേ, ഇവിടുത്തെ കാനഡയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഞെട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഈ ഒരു വർഷം 2024 കഴിഞ്ഞപ്പം IRCC പുതിയൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്താന്നല്ലേ, 50,000 സ്റ്റുഡൻസിനെ കാണാനില്ല. അപ്പൊ നമ്മൾ എനിക്ക് കാണാനില്ലേ, എവിടെ പോയി? അതെ, സ്റ്റുഡന്റ് വിസയിൽ ഇവിടെ പഠിക്കാൻ വന്നിട്ടുള്ള 50,000 കുട്ടികൾ കോളേജിൽ പഠിക്കാതെ അവരെ കാണാനില്ല. അവർ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു കണക്കും അവരുടെ അടുത്തില്ല. ഇനി അതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ 50,000 സ്റ്റുഡൻസിൽ 20,000 ഇന്ത്യൻ കുട്ടികളാണ്. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ആയാലും സൗത്ത് ഇന്ത്യൻസ് ആയാലും അവർക്ക് ഇന്ത്യൻസ് ആണ്. അപ്പം 20,000 കുട്ടികൾ കാണാനില്ല. ഇനി ഇതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, ഇപ്പൊ കാനഡയിൽ ഒരുപാട് വിസ റിജക്ഷൻസ് വരുന്നുണ്ട്, സ്റ്റുഡന്റ് വിസ സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്, ഇന്ത്യക്കാർക്ക് ഒരുപാട് മീൻസ് ഇങ്ങനത്തെ വിസ കാര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, PR കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിക്കാറില്ലേ, എന്നാലും പെട്ടെന്ന് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി എന്നുള്ളത്. അതിന്റെ ഒരു മറ്റൊരു വശം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം മാറ്റി അതൊക്കെയാണ് റീസൺ എന്നൊക്കെ. പക്ഷെ ഇതിന്റെ ഒരു മറ്റൊരു വശമാണ് അവരിപ്പൊ നമുക്ക് കാണിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നതെന്നുള്ളത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഈസി ആയി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ഈ പോകുന്ന കുട്ടികൾ എവിടെ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന കുട്ടികൾ ഈ സ്റ്റുഡന്റ് വിസ ഒന്നില്ലെങ്കിൽ ഒറിജിനൽ സ്റ്റുഡന്റ് വിസ ആയിരിക്കും, മോസ്റ്റ്ലി അത് ഫേക്ക് സ്റ്റുഡന്റ് വിസ ആയിരിക്കും. ഫേക്ക് ഒരു അഡ്മിഷൻ ലെറ്റർ അടിച്ചിട്ടായിരിക്കും അവർ ഇങ്ങോട്ട് വരുന്നുണ്ടാവാം. ഇനി അവർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ കോളേജിലൊന്നും പോണില്ല, എന്നിട്ട് ഇവിടെ ക്യാഷ് ജോബിൽ വർക്ക് ചെയ്ത് ഇവിടുന്ന് വെറുതെ ഇല്ലീഗൽ ആയിട്ട് നിൽക്കാൻ തുടങ്ങും. അതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യണത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെന്ത് ചെയ്യും? ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ PR-ന് അപ്ലൈ ചെയ്യും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കാനഡ US-ന് അടുത്തുള്ള രാജ്യമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ബോർഡർ വഴി US-ലോട്ട് കടക്കാനുള്ള ഒരു മാർഗം, US-ലോട്ട് എത്താനുള്ള ഒരു മാർഗമായിട്ട് കാനഡേനെ കണ്ടിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇല്ലീഗൽ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് US-ലോട്ട് പോകാൻ നോക്കും. അപ്പൊ അതാണ് ഇപ്പോ US-ഉം കാനഡയും തമ്മിലുള്ള ഒരു മെയിൻ പ്രശ്നം ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ ഈ ഒരു ബോർഡറിലൂടെ നടക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു കാരണമാണ്. ഒരു താരിഫ് ഇപ്പൊ നമുക്ക് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് നിന്നിരുന്ന അയൽ രാജ്യങ്ങൾ ഇപ്പോ ഒരു താരിഫ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നതിന്റെ ഒരു വൺ ഓഫ് ദ റീസൺ ഈ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ തന്നെയാണ്. അപ്പൊ ഇനി എന്താ പറയണെന്ന് വെച്ചാല്, ഇത് നമുക്ക് ഒരു 144 കൺട്രീസിൽ നിന്നാണ് വരുന്ന കുട്ടികളാണ് ഇങ്ങനെ മിസ്സിംഗ് ആവുന്നത്. അതില് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൈനയിൽ നിന്ന് ഒരു 4,279 കുട്ടികൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു 6.4% കുട്ടികൾ അങ്ങനെ മിസ്സാവുന്നുണ്ട്. അതുപോലെ ഫിലിപ്പീൻസിൽ നിന്ന് 686 കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.2% കുട്ടികൾ. അതുപോലെ ഐറാനിൽ നിന്ന് 11.6%, പിന്നെ റൊവാൻഡയിൽ നിന്ന് 48% കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് മിസ്സിംഗ് ആവുന്നുണ്ടെന്നാണ് അവർ പറയണത്. അപ്പൊ നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് മീൻസ് കാനഡയിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വരാറുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആ കുട്ടികളിൽ 20,000 കുട്ടികളാണ് ഇങ്ങനെ മിസ്സിംഗ് ആവുന്നത്. വെച്ചാൽ മെജോറിറ്റി കുറെ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. വെച്ചാൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടിട്ട് വെച്ചാൽ കുറെ സ്കാമിലൊക്കെ പെട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാലോ കുറെ ഏജൻസികൾ ഉണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ കോഴ്സുകൾ ഉണ്ട്, ഇങ്ങനെ കോളേജസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരുപാട് ഏജൻസികൾ ഉണ്ട്. അതുപോലെ തന്നെ കുറെ ഏജന്റുമാരുണ്ട്. അപ്പം ഈ ഒരു കൂടുതലായിട്ടും ഇത് നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇപ്പൊ പഞ്ചാബ്, ഗുജറാത്ത് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഏജന്റുകൾ ഉണ്ട്. അവരെന്ത് ചെയ്യും വെച്ചാൽ, ഇവിടുത്തെ അധികം പരിചയമൊന്നും ഇല്ലാത്ത, അധികം പോപ്പുലർ ഒന്നും അല്ലാത്ത ഈ കോളേജസ് ഉണ്ടാവും, പ്രൈവറ്റ് കോളേജസ് ഒക്കെ, അവരുമായിട്ട് ടൈപ്പ് ഒക്കെ ഉണ്ടായിരിക്കും ഇവർക്ക്. എന്നിട്ട് ഒരു കോഴ്സ് ഇങ്ങനെ എടുപ്പിച്ചിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ഈ കുട്ടികളുടെ നിന്ന് വാങ്ങിച്ചിട്ട് അവരെ പറഞ്ഞു വിടും. അത് തന്നെ ചിലപ്പോൾ ഒറിജിനൽ കോഴ്സ് ആവണമെന്നില്ല, ചിലപ്പോൾ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് വിസ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് അഡ്മിഷൻ ലെറ്റർ ഒക്കെ ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നുണ്ടാവാം. ഈ കുട്ടികൾ ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കോളേജ് ഇല്ല, അല്ലെങ്കിൽ ഈ കോളേജിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് വിസ ഇല്ല, അത് ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ചില കുട്ടികൾ അത്രയും പൈസ കൊടുത്ത് വരുമ്പോൾ അവർക്ക് വേറൊരു വഴിയില്ലാണ്ട് അവർ ഇല്ലീഗൽ ആയിട്ട് ഇവിടെ നിന്ന് ആ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ഇത്രയും പൈസ കൊടുത്ത് അവിടെ നിന്ന് വന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വെച്ചാൽ കാനഡ വരുന്നതാണ് സ്വപ്നം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് മലയാളികൾ അങ്ങനെ കുറവാണ്. നമുക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു ഇതില്ലാതെ വേറെ ജീവിതം ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ നമ്മുടെ നാട്ടിലും ഒരുപാട് ഏജൻസികൾ ഇങ്ങനെ ഓരോ കോഴ്സ് ഇങ്ങനെ ചുമ്മാ ഭയങ്കര നല്ല കോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് മീൻസ് ആൾക്കാരെ പറ്റിച്ചിട്ട്
അത്രയും കുട്ടികളൊക്കെ കയറ്റി വിടുന്നത് നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സ്കാം ഇങ്ങനെ കൊണ്ടുവന്ന കുട്ടികൾക്ക് ഇങ്ങനെ കോഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള പറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പഞ്ചാബിൽ നിന്ന് വന്ന കുട്ടികൾക്കായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കനേഡിയൻ ഗവൺമെന്റ് ഇപ്പൊ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുന്നേ ഇത് കുറവായിരുന്നു, ഇപ്പൊ കൂടിയത് കൊണ്ട് അവര് ഇപ്പൊ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ട് ഇപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ പല കോളേജസിനോടും വർഷത്തിൽ 2 വട്ടം കുട്ടികളുടെ അറ്റൻഡൻസ് റിപ്പോർട്ട് ഈ ഗവൺമെന്റ് കാണിക്കണം എന്നാണ് പറയുന്നത്. കാരണം ആ കുട്ടികൾ വരുന്നത് പഠിക്കാൻ തന്നെയാണോ, അവർ കോളേജിൽ വന്ന് പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അതിന്ന് അവർക്ക് മനസ്സിലായ കാര്യം കുറെ കുട്ടികൾ പഠിക്കാനല്ല വരുന്നത്, അവർ കോളേജിൽ വരുന്നില്ല എന്നുള്ളത് കാര്യം കൂടെ അവർക്ക് അതിന് മനസ്സിലായിട്ടുണ്ട്. സ്കാം നടക്കുന്നുണ്ട്, ഫ്രോഡ് നടക്കുന്നുണ്ട്, കുട്ടികൾ അറിഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടിട്ട് വരുന്നവരുണ്ട്, അറിഞ്ഞ് അവർ പൈസ കൊടുത്ത് പറ്റിക്കപ്പെടുന്ന പ്രശ്നമല്ലാതെ അവര് തന്നെ മനഃപൂർവ്വം ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലും ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ലോയും ഇപ്പൊ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഏജന്റുകൾ, അതുപോലെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫേക്ക് ഡോക്യുമെന്റ്സ്, ഈ കനേഡിയൻ കോളേജസും ഈ ഒരു ഏജന്റുമാരും തമ്മിലുള്ള ടൈഅപ്പിനെ കുറിച്ചുള്ള ലിങ്ക് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റും അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിൽ മെയിൻ ആയിട്ട് ഇടപെടാനുള്ള കാരണം ഈ ഒരു ഇല്ലീഗൽ മൈഗ്രേഷൻ ടു US എന്നുള്ള മെയിൻ കാരണം കൊണ്ടാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് US-ലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് കുറെ പേരെ അവിടെ ഈ കഴിഞ്ഞ വർഷം പിടിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് അവർക്ക് കാനഡയിൽ വന്നിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുള്ളത്, ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. അപ്പൊ അത് കാരണം ഇന്ത്യ US തമ്മിലും അങ്ങനത്തെ ഒരു ഇല്ലീഗൽ മൈഗ്രേഷന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി കാനഡയും US തമ്മിലും ആ ഒരു കാര്യം കൊണ്ട് പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ സെക്യൂരിറ്റി കുറവാണ്, ഇതുപോലെ കുറെ ആൾക്കാർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവരും കുറച്ച് പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IRCC പറയണത് അവരുടെ ലിസ്റ്റിൽ അവർക്ക് ഒരു സ്റ്റുഡന്റ് വിസയിൽ അവർ കൊടുക്കുന്ന അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന കുട്ടികൾ ഇപ്പൊ ഒരു 1 മില്യൺ കുട്ടികൾക്കാണ് അവർ അപ്രൂവ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനും കൂടുതൽ ആൾക്കാരാണ് ഇവിടെ വരണത് ഈ ഒരു ഫേക്ക് സ്റ്റുഡന്റ് വിസ ഒക്കെ വെച്ചിട്ട് എന്നാണ് അവർ പറയുന്നത്. വെച്ചാൽ കണക്കിൽ അവരുടെ കയ്യിലുള്ള കുട്ടികളെക്കാളും കൂടുതൽ കുട്ടികളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ഇപ്പൊ പഠിക്കാൻ വരുന്ന കുട്ടികൾ പഠിക്കുക, അങ്ങനത്തെ ഒരു ഇതിൽ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ മുന്നേ നമുക്ക് ഓരോ സെമസ്റ്ററിലാണ് നമ്മൾ ഫീ അടയ്ക്കുന്നുണ്ടായത്. അപ്പൊ അതിന് പകരം അവരിപ്പോ ട്യൂഷൻ ഫീസ് ഒറ്റയടിക്ക് ഒരു വർഷത്തെ മൊത്തം ഒരുമിച്ച് അടയ്ക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും അവർ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സിങ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് അവർ നന്നായി ചെക്ക് ചെയ്ത് നമ്മൾ വെക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കുറെ ഡിലേസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കിപ്പോ ഈവൻ വിസിറ്റിംഗ് വിസ പോലും പണ്ട് 10 ഇയേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പൊ അവര് നല്ലോണം നോക്കിയിട്ടാണ് വിസ കൊടുക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ 10 ഇയറിന് പകരം 1 മന്ത് 3 മന്ത്സ് ഒക്കെ കൊടുക്കുന്ന ഒരു അവസരമൊക്കെയാണ് ഇപ്പൊ 1 ഇയർ ഒക്കെയാണ് പലപ്പോഴും കൊടുക്കണേ. അപ്പൊ അത്രയും നമ്മളിങ്ങനെ ഒരു കുറച്ച് പേര് ചെയ്യുന്ന ഒരു ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഒരു ഫുൾ ഒരു കൺട്രി തന്നെ അവര് സംശയത്തോടെയാണ് നോക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇതിന് അടുത്ത സ്കാം ഉണ്ടാവോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യേണ്ടാവുക. അപ്പൊ അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സീരിയസ് ആയിട്ട് ഇവിടെ വന്ന് പഠിച്ച് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് PR കിട്ടി സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും സ്റ്റുഡൻസ് ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒറ്റയടിക്ക് ഇത്രയും ട്യൂഷൻ ഫീസ് അടയ്ക്കണം, അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസയിൽ ഇത്രയും റിജക്ഷൻസ് വരിക, ഡിലേസ് വരിക, ഇതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതെല്ലാം അങ്ങനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ പോണത് അങ്ങനെ വരുന്ന ആൾക്കാരെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മുന്നിൽ അറിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഇപ്പൊ ഏജന്റുമാരിപ്പോ എനിക്കറിയാം ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഒരുപാട് കുട്ടികളോട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ എന്ത് കോഴ്സാണ് പഠിക്കണം ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും പ്രൊജക്ട് ഡെവലപ്മെന്റും. ഈ 2 കോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് തോന്നിയിട്ടില്ല അത്രമാത്രം സ്കോപ്പ് അവർക്ക് ആ ഒരു കോഴ്സിന്, ഇത്രയും കുട്ടികൾക്കുള്ള സ്കോപ്പ് ഒന്നും ഇവിടെ ഇല്ല. ആ ഒരു കോഴ്സ് അത് ഓവർ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു ഓൾറെഡി. അപ്പം അതൊക്കെ വെറും ഏജൻസ് പൈസ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങളോട് ഇവിടെ സ്കോപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു കോഴ്സുകളാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ എടുക്കുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പേജസ് ഉണ്ട്, അതിൽ പോലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് വാലിഡ് ആണോ. പിന്നെ ഇപ്പോ നിങ്ങൾ പഠിച്ച ഫീൽഡിന്റെ കോഴ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ PR ആയാലും അങ്ങനത്തെ ഒരു പെർമനന്റ് ആയിട്ട് ഇവിടെ നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ. കാരണം ഇത്രയും സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരണ സ്ഥിതിക്കാണ് ഞാൻ പറയണത്. പിന്നെ എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ കുറെ ഏജന്റുമാർ ഇങ്ങനെ നമ്മളെ പറ്റിക്കാനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഫേക്ക് അല്ല. അതുപോലെ തന്നെ കനേഡിയൻ യൂണിവേഴ്സിറ്റി കനേഡിയൻ കോളേജ് അവർ പറയുന്ന സാധനം ശരിക്കും കാനഡയിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ കനേഡിയൻ വെബ്സൈറ്റിലൊക്കെ നോക്കി നിങ്ങൾ അത് സത്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. അതിപ്പോ ഇത് സ്റ്റുഡൻസിന്റെ കാര്യമാണ്. പിന്നെ വർക്ക് പെർമിറ്റ് അങ്ങനെ ഇങ്ങനെ ജോലി ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പൈസ ചോദിക്കുമ്പോഴും അതും നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക.
ഇവിടെ അതൊക്കെ നിങ്ങൾ ഇവിടെ നോക്കിയതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് പൈസ കൊടുത്ത് വരിക, അല്ലെങ്കിൽ അതിലും നിങ്ങൾ പറ്റിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇനി അടുത്ത വർഷം തൊട്ട് ഇത്രയും സ്ട്രിക്റ്റ് ഒക്കെ കാര്യങ്ങളാക്കിയോണ്ട് ഇങ്ങനത്തെ മിസ്സിംഗ് ആവുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വരും വർഷങ്ങളിൽ നമുക്ക് എതിരെയുള്ള ഒരു ഇങ്ങനത്തെ സ്കാമുകളൊക്കെ കുറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് ലൂസ് ആക്കും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവാം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതൊരു കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ആർക്കെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സ്ട്രാ കോഷ്യസ് ആയിട്ട് എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുത്ത് കോഴ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരിക. കാരണം നമ്മൾ നല്ല രീതിക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രി തന്നെയാണ് കാനഡ സ്റ്റിൽ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോസ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.